തൃശൂർ ചേലക്കര ഉതുവടിയിൽ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി രണ്ടാം ദിവസവും ജനവാസ മേഖലയിൽ ഒരു കാട്ടാന തുടരുകയാണ്. ഈ 2 ദിവസവും വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ല എന്ന് വീട്ടുകാർ പറയുന്നു. മരണഭയത്തിലാണ് കഴിയുന്നത് എന്നുകൂടി കുടുംബം പറയുകയാണ്. ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, ഇവിടെ അതിരപ്പള്ളിയിൽ ഒരു കാട്ടാന ആക്രമണത്തിൽ മോഹനൻ എന്ന് പറഞ്ഞൊരു സാധു മനുഷ്യന്റെ മരണം ഉണ്ടായിട്ട് അധിക ദിവസം ആയിട്ടില്ല. അതിന്റെ രോഷവും അതിന്റെ രോഷപ്രകടനവും മാറിയിട്ടില്ല. അതിനിടയിലും കാട്ടാന തുടരുന്നെങ്കിൽ വനംവകുപ്പിനെ അറിയിച്ചിട്ട് അവർ വരുന്നില്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണ് ശ്രീജിത്ത്? ഉതുവടി എന്ന സ്ഥലത്താണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. അത് ചേലക്കരയിലാണ്. ചേലക്കര ഉതുവടിയിൽ 2 ദിവസമായി ജനവാസ മേഖലയിൽ ഒരു കാട്ടാന തുടരുന്നുണ്ട്. അതൊരു ജനവാസ മേഖലയാണ്, ഒരുപാട് വീടുകളൊക്കെ ഉള്ള മേഖലയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഈ കാട്ടാനയെ തുരത്താനോ ഏതെങ്കിലും നടപടിയെടുക്കാനോ ഇപ്പം നമുക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പടക്കം പൊട്ടിക്കൽ ഒക്കെ മാത്രമേ പറ്റുള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോഴേക്കും അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. നേരത്തെ പറഞ്ഞതുപോലെ അതിരപ്പള്ളിയിലേക്ക് ഇന്നലെ വനമന്ത്രി ഷിബു ബേബി ജോൺ എത്തുമ്പോൾ ഒരു കാട്ടാന വഴിയിൽ തടയുന്ന സാഹചര്യം മന്ത്രിക്ക് പോലും ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായി. ആ മേഖലയിലൊക്കെ കാട്ടാന ആക്രമണങ്ങൾ ഈ ദിവസങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി. തെർമൽ ഇമേജിംഗ് ഒക്കെ സാധ്യമാക്കും എന്ന് മന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയതേ ഉള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ മറ്റേ കാട്ടാന, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാട്ടാന ആ മേഖലയിൽ തുടരുകയാണ്. അപ്പോഴും അറിയിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ ആരും വരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ആ പ്രദേശവാസികളുടെ പരാതി. അതിനിടയിൽ ഒരു ആന കാറിനെ ഓടിച്ച വാർത്ത കാളിദാസൻ ദേവദത്തം, അല്ല കാറിന് പിന്നാലെ ഓടിയ വാർത്ത കാളിദാസൻ ദേവദത്തം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വേറെ പ്രശ്നം. ഞായറാഴ്ച പുലർച്ചെയും ഈ കാട്ടാന അങ്ങോട്ടേക്ക് എത്തി എന്നാണ് പറയുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറയുകയായിരുന്നു, മോഹനൻ എന്ന് ഒരു സാധു മനുഷ്യന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്, അതിലെ ജനരോഷം നമ്മൾ കണ്ടതാണ്. എന്നിട്ടും വനംവകുപ്പ് അധികൃതർ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കാത്ത എന്താണ് ശ്രീജിത്ത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം വരുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കാട്ടാനകൾ ഇങ്ങനെ കാട് കയറി പോകുന്നില്ല. അതിരപ്പള്ളിയിൽ ഇതാണ് പ്രശ്നമെങ്കിൽ ഉതുവടി എന്ന് പറയുന്ന പ്രദേശമാണ് ചേലക്കര. ആ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാന വന്ന് വീടിൻ്റെ മുൻവശത്ത് കയറി നിൽക്കുന്ന, അവിടെ മുഴുവൻ കൃഷി അതുപോലെ തന്നെ ചുറ്റുമതിലൊക്കെ നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായത്. എന്തായാലും ഏറെ നേരം പുലർച്ചെ 2:30 ഈ കാട്ടാന എത്തുന്നു, ഏറെ നേരം ആ മേഖലയിൽ തുടരുന്നു. ശേഷമാണ് ഇത് മടങ്ങിപ്പോകുന്നത്. അത് വീട്ടുകാർ ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മടങ്ങിപ്പോകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിരവധി തവണ നാട്ടുകാർ, ചേലക്കര ഉതുവടിയിലെ നാട്ടുകാർ നിരവധി തവണ പരാതി പറയുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഈ ആനകളെ എത്രയും പെട്ടെന്ന് കാട് കയറ്റണമെന്നൊരാവശ്യമാണ് ഈ ആളുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അകമല അടക്കമുള്ള മേഖലയിലെ പ്രദേശത്തെ പ്രധാനപ്പെട്ട കാടുകളൊക്കെ ഉണ്ട്, ഉൾവനങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് തുരത്തിവിട്ടാൽ മാത്രമേ ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രശ്നം അതീവ ഗുരുതരമാണ്. ഈ ചേലക്കരയിലെ സാഹചര്യം അതിരപ്പള്ളിയിലെ സാഹചര്യത്തിന് സമാനം തന്നെയാണ്. മോഹനൻ എന്ന ഒരു കർഷകന് ഇത്തരത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു. ഇത് ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഉണ്ടായാൽ മാത്രമാണോ ഇങ്ങോട്ട് ഈ ചേലക്കര മേഖലയിലേക്ക് കൂടി ഈ വനംവകുപ്പിന്റെ അധികൃതരുടെ ശ്രദ്ധ പതിയൂ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.